എല്ലാ കണ്ണുകളും രണ്ട് രാജ്യങ്ങളിലേക്ക്. എന്തായിരിക്കും ഇനി അടുത്ത നയം എന്ന ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങൾക്കുമിടയിൽ ലോകം പകച്ചു നിൽക്കുന്നു. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്നായിരുന്നു ഹിസ്ബുള്ള ഹമാസ് നേതാക്കളെ വധിച്ച ഇസ്രായേലിൻ്റെ നടപടിക്ക് പിന്നാലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് അവർ നൽകിയ പേര്. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച് 180ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇറാന്റെ മിന്നൽ ആക്രമണം 90% ഫലം കണ്ടപ്പോൾ ശക്തമായ തിരിച്ചടിക്ക് വേണ്ടി കാത്തിരുന്നോളൂ എന്നായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്, ഇസ്രായേലിനെതിരെ ഇറാൻ അവസാനമായി നടത്തിയ മിസൈൽ ആക്രമണം. ഇറാൻ ഇതുവരെ ഉപയോഗിക്കാത്ത തങ്ങളുടെ ഏറ്റവും പുതിയ ഫത്ത് ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചത്. കൂടാതെ ഗദ്ദർ, ഇമാദ് എന്നീ മധ്യനിര റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഇറാൻ ആക്രമണത്തിനായി ഉപയോഗിച്ചു. ഇസ്രായേലിന്റെ പ്രശസ്തമായ അയൺ ഡോം സംവിധാനത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ഗദ്ദർ, ഇമാദ് എന്നീ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഫത്ത് ഹൈപ്പർസോണിക് മിസൈലുകളുടെ ലക്ഷ്യം ഇസ്രായേലിന്റെ ആരോ ഡിഫൻസ് സംവിധാനമായിരുന്നു. ഏത് ശത്രു മിസൈലുകളെയും തുളച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ലക്ഷ്യത്തിലെത്താൻ ഫത്ത് ഹൈപ്പർ മിസൈലുകൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ എയ്റോസ്പേസ് ഫോഴ്സ് സ്പെഷ്യലിസ്റ്റുകളാണ് ഈ മിസൈൽ നിർമ്മിച്ചിട്ടുള്ളത്. ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗതയാണ് ഇതിനുള്ളത്. ഹൈപ്പർസോണിക് മിസൈലുകളെ ചെറുത്തു നിൽക്കുക എന്നത് വളരെ പ്രയാസമാണ്. അതിന്റെ ചലനങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ അയൺ ഡോം സംവിധാനങ്ങൾ പലപ്പോഴും ഇവയ്ക്ക് മുമ്പിൽ പ്രയാസപ്പെടുന്നു. ചലിക്കാൻ കഴിയുന്ന നോസിലുകൾ ഉള്ളതിനാൽ ഏത് ദിശയിലേക്കു സഞ്ചരിക്കാനും ഇവക്കാവും. അത്യാധുനിക റോക്കറ്റ് എഞ്ചിനുകൾ, ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഇവയ്ക്കുണ്ട്. 2015 മുതൽ ഇറാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഈ മിസൈലുകളുടെ പ്രധാന പ്രത്യേകതകൾ ഉയർന്ന കൃത്യത, മികച്ച ഗൈഡൻസ് സംവിധാനം ഇവയാണ്. മാത്രമല്ല, അതുകൂടാതെ തങ്ങൾക്ക് നേരെ വരുന്ന മിസൈലുകൾ തടയാനുള്ള അയൺ ഡോം സംവിധാനവും ഇറാനുണ്ട്. മധ്യപൂർവ്വ മേഖലയിലെ ഏറ്റവും കൂടുതൽ മിസൈലുകളുള്ള രാജ്യമാണ് ഇറാൻ. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തി കൂടെയാണ് ഇറാൻ. ഇറാനിയൻ സായുധ സേന 88.6 മില്യൺ ജനസംഖ്യയുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇറാനിയൻ സായുധ സേന. 88.6 മില്യൺ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇറാൻ. 9.56 മാത്രമാണ് എന്നാൽ ഇസ്രായേലിനുള്ളത്. അതുകൊണ്ട് തന്നെ 5,80,000 സജീവ സൈനിക പങ്കാളിത്തം ഉള്ളപ്പോൾ 1,70,000 മാത്രമാണ് ഇസ്രായേലിനുള്ളത്. അതുമാത്രമല്ല, പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവികസേന, ടാങ്കറുകൾ, സൈനിക വാഹനങ്ങൾ, മറ്റു തുടങ്ങിയ സൈനിക സംവിധാനങ്ങളെല്ലാം വലിയ തോതിൽ തന്നെ ഇസ്രായേലിനേക്കാൾ ഇറാന്റെ കയ്യിലുണ്ട്. അതേസമയം വളരെ മികച്ച രീതിയിലുള്ള നൂതനമായ ആയുധങ്ങളും മികച്ച ശക്തിയും ഇസ്രായേലിനുമുണ്ട്. ഇസ്രായേലിന് 4.65 ലക്ഷം കരുതൽ സൈനികരുണ്ട്. എന്നാൽ ഇറാന് കരുതൽ സൈനികർ 3.5 ലക്ഷമേ ഉള്ളൂ. ഇറാന് 512 യുദ്ധവിമാനമാണ് ഉള്ളതെങ്കിൽ 612 യുദ്ധവിമാനമുള്ള എയർ ആയുധ ശേഖരണം ഇസ്രായേലിന് ഇറാനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുണ്ട്. പല കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഇറാൻ ഇസ്രായേലിനേക്കാൾ എല്ലാത്തിലും ഒരു പിടി അധികം വെക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ അമേരിക്കയുടെ ആയുധ പിന്തുണയുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുതന്നെയാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശക്തിയും. അന്തർവാഹിനി മിസൈൽ ബോട്ടുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധങ്ങളുള്ള ആധുനിക കപ്പലുകൾ ഇസ്രായേലിന്റെ നാവികസേനയിലുണ്ട്. ഇതിനായി ഏകദേശം 65 കപ്പലുകളുമുണ്ട്. മറുവശത്ത് ഇറാന്റെ നാവികസേനയിൽ ഏകദേശം 101 കപ്പലുകൾ ഉൾപ്പെടുന്നു. അവ ഫ്രിഗേറ്റുകൾ, അന്തർവാഹിനികൾ, ചെറിയ പെട്രോളിംഗ് ബോട്ടുകൾ എന്നിവയുടെ മിശ്രിതമാണ്. ഇറാന്റെ കൈവശം കൂടുതൽ കപ്പലുകൾ ഉണ്ടെങ്കിലും അവയ്ക്ക് ഒരുപാട് പഴക്കമുണ്ട്. ഇവയേക്കാളേറെ ലോകം കണ്ണു നട്ടിരിക്കുന്നത് ആണവായുധം എന്ന അവസാന പ്രയോഗത്തെ പേടിച്ച് തന്നെയാണ്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേലിന് നിലവിൽ 80 ആണവ ബോംബുകളുണ്ട്. അതേസമയം ഇറാനിൽ ഔദ്യോഗികമായി അണുബോംബുകൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അണുബോംബിനെ അടിസ്ഥാനമാക്കി മാത്രമേ ഇസ്രായേലിന് ഇറാനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത്.
ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ ഒരിക്കലും നേരിട്ടാവില്ല. അമേരിക്കയിലെ കളത്തിറക്കിയാണ് പലപ്പോഴും ഇസ്രായേൽ അത് നടപ്പാക്കാറുള്ളത്. ഇറാന്റെ ആണവ പദ്ധതി തകർക്കുന്നതിനായി പല വിധത്തിലുള്ള ആക്രമണങ്ങളും ഇസ്രായേൽ കഴിഞ്ഞ പല വർഷങ്ങളിലായി നടത്തിയിരുന്നു. 2023 ഡിസംബറിൽ ഇസ്രായേൽ ഡമസ്കസിൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. അന്നത്തെ സ്ട്രൈക്കിൽ കൊല്ലപ്പെട്ടത് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സീനിയർ ജനറലായ സയ്യിദ് റാസി മൗസവിയാണ്. ആ കൊലപാതകം കണ്ടില്ലെന്ന് വെക്കാൻ ഒരിക്കലും ഇറാന് കഴിയുമായിരുന്നില്ല. ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചു. ഇറാഖിലെ കുദിസ്ഥാൻ മേഖലയിലെ എൽബൽ എന്ന സ്ഥലത്ത് മൊസാദിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിലേക്കാണ് മിസൈലുകളും റോക്കറ്റുകളുമായി ഇറാൻ ഒരു മിന്നലാക്രമണം നടത്തിയത്. അത് തികച്ചും ഒരു സൂചനാക്രമണം മാത്രമായിരുന്നു. വേണ്ടി വന്നാൽ ഞങ്ങൾ ഇനിയും തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലിനെ ഇറാൻ ബോധ്യപ്പെടുത്തുന്ന ഒരു ആക്രമണമായിരുന്നു അത്. ആ ആക്രമണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം 2024 ഏപ്രിൽ 1 ഇസ്രായേൽ സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിലെ ഇറാൻ എംബസി ആക്രമിച്ചു. അന്ന് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. അന്ന് കൊല്ലപ്പെട്ടവരിൽ ഇറാൻ സൈന്യത്തിന്റെ പരമോന്നത നേതാക്കളെ പ്രമുഖനായ ജനറൽ മുഹമ്മദ് സഹീദിയും മറ്റ് അനേകം ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. പിന്നീട് ഇറാനിൽ നിന്നും അനവധി രാജ്യങ്ങളുടെ മുകളിലൂടെ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പതിപ്പിച്ചായിരുന്നു ഇറാന്റെ തിരിച്ചടി. 170 ഡ്രോണുകളും 30 ക്രൂസ് മിസൈലുകളും 120 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത്. തങ്ങളുടെ അയൺ ഡോം സംവിധാനങ്ങളെ മുറിച്ചു കടന്ന് ഒരു ശക്തിക്കും തങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ലെന്ന ഇസ്രായേലിന്റെ വിശ്വാസമാണ് ഇറാൻ ശരിക്കും നശിപ്പിച്ചു കളഞ്ഞത്. രണ്ട് രാജ്യവും തുല്യ ശക്തികൾ തന്നെ. ഒന്നുകൂടെ പറയുന്നു, ഇതെല്ലാം പല വിധത്തിൽ തിട്ടപ്പെടുത്തിയിട്ടുള്ള കണക്കുകൾ മാത്രം. യഥാർത്ഥ കണക്കുകളെ ഒരു രാജ്യവും പുറത്തുവിടില്ല. ഇസ്രായേൽ ഇറാൻ യുദ്ധം കേവലം 2 രാജ്യങ്ങൾക്കപ്പുറം ഒരു ലോക മഹായുദ്ധമായി തന്നെ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇരു രാജ്യങ്ങൾക്ക് പിറകിലും പ്രബലരായി നിൽക്കുന്നത് വലിയ വലിയ ശക്തികൾ തന്നെയാണ്. എല്ലാവരും പ്രബലരാണ്, പക്ഷെ മരിച്ചു വീഴുന്നവർ ദുർബലർ മാത്രം. സ്വന്തം മേധാവിത്വം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഉൾക്കൊണ്ടാലും അവ എത്ര കാലം? പിന്നീട് മൂർച്ഛിച്ചു വരുന്ന അവരുടെ മേധാവിത്വത്തിനു കീഴിൽ അവിടെയുള്ള ജനത വെറും അടിമകൾ മാത്രം. ആ ജനതയാണ് ഫലസ്തീനികൾ. ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും ശരി, എന്തിനു വേണ്ടി? നിർബലരായ കുഞ്ഞു മക്കളെയും വൃദ്ധരെയും മറ്റു പൗരന്മാരെയും കൊന്നൊടുക്കുന്നു. എല്ലാ രാജ്യങ്ങളും എല്ലാ പൗരന്മാരും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കാലത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രയത്നിക്കാം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾക്ക് വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.